ഹലോ ഹായ് വെൽക്കം ടു എജുബോർഡ് അഗൈൻ. ദിസ് ഇസ് വിമാസ് ഹിയർ. എല്ലാവർക്കും സ്വാഗതം. ജോഗ്രഫിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയുടെ തൊട്ട് മുന്നേ എന്താണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്നല്ലേ? യെസ്, പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. നാളെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെ കാണാൻ സാധിക്കും. യെസ്, റെഡി ആയിട്ടിരുന്നോളൂ, പക്കായിട്ട് പഠിച്ചോളാം. ഈ സാധനങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ചാപ്റ്റർ? ഏതാണ്? നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ദ ഒറിജിൻ ആൻഡ് എവാല്യൂഷൻ ഓഫ് ദ എർത്ത്. രണ്ടാമത്തെ ചാപ്റ്റർ, ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. യെസ്, ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് നമ്മുടെ ലൈവിന്, നിങ്ങൾ സ്പെഷ്യൽ ലൈവിന് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ലൈവിനകത്ത് നിങ്ങൾക്ക് വേണ്ട സകലതും പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജോഗ്രഫിയിലെ കണ്ടന്റുകളെല്ലാം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. വരുന്നവർക്ക് ആദ്യം വരുന്നവൻ ആദ്യം എന്നുള്ള രൂപത്തിൽ നമ്മൾ അത് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. സോ ലൈവിനകത്ത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അത് ഉറപ്പ് വരുത്തിക്കണം. ഓക്കെ, ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നോണം. ക്ലാസ്സിലെ എല്ലാവരോടും പറയാം എജുപോണ്ട ലൈവിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ജോഗ്രഫിക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളത് പൊളിച്ചടക്കും. ആ കേരളക്കരയിലെ മുഴുവൻ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്നേക്കാം. സെറ്റാണേ? അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടും നോക്കാനുള്ളത്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ. യെസ്, നമ്മുടെ ചോദ്യം നോക്കൂ. ഒരു ചോദ്യം നോക്കൂ. നെയിം ദ തിയറി പ്രപ്പോസ്ഡ് ബൈ എഡ്വിൻ ഹബിൾ. വൗ, എഡ്വിൻ ഹബിൾ ആവിഷ്കരിച്ച ആ സിദ്ധാന്തത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കൂ. ഡീഗ്യാസിംഗ് എന്നത് ഭൗമ പരിണാമത്തിലെ ഒരു പ്രധാന പ്രക്രിയയായിരുന്നു. ഈ പ്രക്രിയ സമുദ്ര രൂപീകരണത്തിന് സഹായമായത് എങ്ങനെയെന്ന്. ഇതൊരു വൺ വേർഡ് ചോദ്യം. നിങ്ങൾക്കറിയാലോ ഹബിള് ഏത് തിയറിയാണ്? ഏറ്റവും പ്രശസ്തമായ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നോക്കൂ, ഡീഗ്യാസിങ്ങിലേക്ക് പോകാം നമുക്ക്. യെസ്, എന്താണ് ഡീഗ്യാസിങ്? എന്താണ് ഡീഗ്യാസിങ് എന്ന പ്രോസസ്സ്? നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചു വെച്ച് പോകേണ്ട പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് പല ആവർത്തി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡീഗ്യാസിങ് എന്ന ക്വസ്റ്റ്യൻ. എന്താണ് ഡീഗ്യാസിങ്? നോക്കൂ, ഡീഗ്യാസിങ് എന്ന പ്രോസസ്സ് എന്താണ്? The early atmosphere consisted of water vapor, nitrogen, carbon dioxide, methane, ammonia and bit of oxygen. കുറച്ച് ഓക്സിജനും പിന്നെന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അമോണിയ ഉണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, മീഥൈൻ ഉണ്ടായിരുന്നു, നൈട്രജൻ ഉണ്ടായിരുന്നു, കുറേ ജലബാഷ്പം. ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. യെസ്, പിന്നീട് അതിന് എന്ത് സംഭവിക്കുകയാണ്? ഗ്യാസസ് ഫ്രോം ദ ഇന്റീരിയർ ഓഫ് എർത്ത് ഫ്ലോഡ് ഔട്ട് ആൻഡ് ദിസ് ഔട്ട്പോറിംഗ് ഈസ് നോൺ ആസ് ഡീഗ്യാസിംഗ്. എന്താണ്? ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭൂമിയുടെ ഉൾഭാഗത്തുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ പുറത്തേക്ക് വന്ന ആ പ്രോസസ്സിനെ വിളിച്ചതാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന കുറേ വാതകങ്ങൾ പ്ലസ് നമ്മുടെ ഉള്ളിൽ നിന്ന്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് വാതകങ്ങളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. ഡീഗ്യാസിംഗ് പ്രോസസ്സ് സമുദ്രത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായത് എങ്ങനെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതേ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന് കാരണമായത് എങ്ങനെ നോക്കൂ. വാട്ടർ വേപ്പർ ആൻഡ് ഡിഫറെന്റ് ഗ്യാസസ് കെയിം ഔട്ട് അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് വോൾക്കാനിക് എറപ്ഷൻ. ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഡീഗ്യാസിംഗിൽ വന്നത് മാത്രമല്ല, പ്ലസ് ഈ വോൾക്കാനോസിൽ നിന്നും കൂടെ പുറത്തേക്ക് വരുന്ന കുറേ ഗ്യാസസും കുറേ വാട്ടർ വേപ്പറും ഒക്കെ അന്തരീക്ഷത്തിൽ കലരാൻ തുടങ്ങി. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കുറേ വന്നു, നമ്മുടെ വോൾക്കാനോസിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വന്നു, ഓൾറെഡി നമ്മുടെ അന്തരീക്ഷത്തിൽ കുറേ ഉണ്ടാകുകയും ചെയ്തു. ഇനി ഇവർ മൂന്നും കൂടെ എന്തായി സംഭവിച്ചു? വെൻ ദ എർത്ത് കൂൾഡ്, ഈ ഒരു കുറേ വാദങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം തണുക്കാൻ തുടങ്ങി, കൂളാവാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ചൂടായിട്ട് നിൽക്കുന്ന ഇത്തരം വാട്ടർ വേപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കുറേ നിൽക്കുന്ന ഈ ഒരു ഭൂമിയുടെ അന്തരീക്ഷം തണുക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഇതിനെന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കും. എന്താണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്? അവിടെ ജലത്തുള്ളികൾ രൂപപ്പെടാൻ തുടങ്ങും. എവിടെ? അന്തരീക്ഷത്തിൽ ജലത്തുള്ളികൾ രൂപപ്പെടാൻ തുടങ്ങും. തണുപ്പ് കാരണം അന്തരീക്ഷത്തിൽ ജലത്തുള്ളികൾ രൂപപ്പെടാൻ തുടങ്ങി.
അങ്ങനെ ആ ജലത്തുള്ളികൾ പിന്നീട് എന്തായിട്ട് മാറി? വലിയ മഴയായിട്ട് അത് ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ഈ വാതകങ്ങൾ, ഈ ജലബാഷ്പം ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നിടത്തുനിന്ന് മഴ പെയ്യാൻ തുടങ്ങി. നിരന്തരം മഴ, മഴയോ മഴ, ഇടിവെട്ട് മഴ, മഴയോട് മഴ, മഴ പെയ്ത് 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 കുറേ കാലം, നമ്മൾ ആലോചിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ദിവസങ്ങൾ നീണ്ട മഴ, വർഷങ്ങൾ നീണ്ട മഴ, കണ്ടിന്യൂസ് ആയിട്ട് അന്തരീക്ഷത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ നിന്ന് ഈ മഴ പെയ്യും തോറും ഭൂമിയുടെ അന്തരീക്ഷം വീണ്ടും തണുക്കാൻ തുടങ്ങി. ആ തണുപ്പ് കാരണം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ നീണ്ടു നിന്ന് മഴ പെയ്തു. ഈ മഴയുടെ വെള്ളമൊക്കെ എവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടു? ഭൂമിയുടെ താഴ്ചയുള്ള ഭാഗങ്ങളിൽ, കുഴിയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. ആ കുഴിയുള്ള ഭാഗങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഭൂമിയുടെ ഒരു വലിയ ഭാഗം വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു. ഇങ്ങനെയാണ് മഹാസമുദ്രങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതങ്ങ് പഠിച്ചു വെച്ചോ. മഹാസമുദ്രങ്ങൾ രൂപപ്പെടാൻ ഡീഗാസിങ് എങ്ങനെ കാരണമായി? കിട്ടിയല്ലോ. ഡീഗാസിങ് മേലക്കെത്തി, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ജലകണികകളൊക്കെ തണുത്തപ്പോൾ കണ്ടൻസേറ്റ് ചെയ്തു, അതായത് ജലത്തുള്ളികളായി അല്ലേ? ഈ തുള്ളികളായിട്ട് എന്ത് സംഭവിച്ചു? അത് മഴയുടെ താഴേക്ക് വീണു. സെറ്റേ മഴ പെയ്ത്തോട്ട് പെയ്ത്ത് അപ്പോൾ എന്തായി? സ്വാഭാവികമായിട്ടും സമുദ്രങ്ങൾ രൂപപ്പെട്ടു. സെറ്റാണേ. വേറെ ക്വസ്റ്റ്യൻ കണ്ടോ? നോക്കിക്കേ. Explain the arguments put forward by Chamberlain and Moulton. ചേംബർലൈനും മോൾട്ടനും അവർ കൊണ്ടുവന്ന തിയറികൾ ഏതാണ്? അവർ പ്രപഞ്ചോൽപ്പത്തി, ഗ്രഹങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ചേംബർലൈനും മോൾട്ടനും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തിയറി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് തിയറി? എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കത്തിയിട്ടുണ്ടാവും. കത്തിയിട്ടുണ്ട്. ഏതാണ് കത്തിയത്? ബൈനറി സ്റ്റാർ തിയറി. പഠിക്കണ്ടേ? എന്താണ് ബൈനറി സ്റ്റാർ തിയറി? ബൈനറി സ്റ്റാർ തിയറി എന്താണ്? 1900-ൽ ഏത് വർഷം? 1900-ലാണ് തിയറി പുറത്തേക്ക് വരുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ചേംബർലൈനും മോൾട്ടനുമാണ് കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അതില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നെങ്കിലോ പഠിച്ചു വെച്ചോണം. ബൈനറി സ്റ്റാർ തിയറി എന്ത് എന്നാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ? സോ പേര് പഠിച്ചു വെച്ചോണം. ചേംബർലൈൻ ആൻഡ് മോൾട്ടൻ. ഓക്കെ, ചേംബർലൈൻ ആൻഡ് മോൾട്ടൻ അവർ രണ്ടുപേരാണ് എന്ത് ചെയ്തത്? നമ്മുടെ തിയറി കൊണ്ടുവന്നത് 1900-ൽ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ വണ്ടറിംഗ് പ്ലാനറ്റ് അപ്രോച്ച്ഡ് ദ സ്കൈ എ സിഗാർ ഷേപ്ഡ് പീസ്. സി, ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എ സിഗാർ ഷേപ്ഡ് പീസ്. സിഗാർ അറിയാലോ? ഹലോ മിസ്റ്റർ പെരേര, മറ്റേ സാധനം സിഗാർ, ചുരുട്ട്. യെസ്, ചുരുട്ട്. ആ സിഗാർ ഷേപ്ഡ് സാധനം എന്ത് ചെയ്തു? അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ള സാധനം. ഓക്കെ, ഇതിനെന്താ സംഭവിച്ചത്? ഓഫ് മെറ്റീരിയൽ ഫ്രം ദ സർഫസ് ഓഫ് ദ സൺ സെപ്പറേറ്റഡ് ആൻഡ് കണ്ടിന്യൂഡ് ടു റിവോൾവ് അറൗണ്ട് ദ സൺ. ആ ചുരുട്ട് പോലെയുള്ള ഭാഗം സെപ്പറേറ്റ് ആയി, ദെൻ കണ്ടിന്യൂ ടു ഇവോൾവ് വിത്ത് സണ്ണിന് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി അല്ലേ? കറങ്ങി തിരിഞ്ഞു നടന്നൊരു ഗ്രഹം എന്ത് ചെയ്തു? ആകാശത്തിനെ സമീപിച്ചപ്പോൾ സൂര്യനിൽ നിന്നും ഒരു സിഗാർ ഷേപ്ഡ് ചുരുട്ടിൻ്റെ ആകൃതിയിലുള്ള ഭാഗം വേർപെട്ടു പോവുകയും അത് സൂര്യനെ വലം വെക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഇറ്റ് സ്ലോലി കണ്ടൻസ്ഡ് ഇൻ ടു ദ എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ്. ഈ ചുരുട്ട് പോലെയുള്ള സാധനം കറങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്ന ഈ സാധനം പിന്നീട് എന്തായിട്ട് മാറി? തണുത്തുറഞ്ഞ് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഉണ്ടായി എന്നാണ് ബൈനറി സ്റ്റാർ തിയറി പറയുന്നത്. ദിസ് തിയറി വാസ് അക്സെപ്റ്റഡ് ബൈ സർ ഹരോൾഡ് ജെഫ്രി, അംഗീകരിച്ചു. ദെൻ അതേപോലെ സർ ജെയിംസ് ജീൻസ്, ഇവർ രണ്ടുപേരും ഈ തിയറിക്ക് അംഗീകരിക്കുകയും കൂടെ ചെയ്തപ്പോൾ ലോകത്തിന് പ്രചാരം വർദ്ധിച്ചു. ഏതിന്? ബൈനറി സ്റ്റാർ തിയറിക്ക് പ്രചാരം വർദ്ധിച്ചു. ഒരുപാട് തിയറികൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചെങ്കിലും പ്രചാരം ലഭിച്ച തിയറികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇപ്പം ഇവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതിലേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള തിയറികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്ന ഹരോൾഡ് ജെഫ്രിയും ജെയിംസ് ജീൻസും എന്ത് ചെയ്തു? സിദ്ധാന്തം അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ബൈനറി സ്റ്റാർ തിയറി എന്ന് പറയുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ബാക്കി പ്രധാനപ്പെട്ട ടപ്പേ പഠിച്ചു വെക്കേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ചോദ്യങ്ങളൊക്കെ ലൈവിലേക്ക് എല്ലാവരും ഇടിച്ചു കയറി വന്നോളുക. നമ്മൾ അവിടെ
തകർക്കും. +1 ജോഗ്രഫിയുടെ ഫസ്റ്റ് എക്സാം ആണ്. നമ്മളിത് കിടക്കും. സെറ്റല്ലേ? എജു പോർട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചോണ്ട് വന്നേക്കാം, നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തേക്ക് വിടാം. ദിസ് ഇസ് മീ മാസിൻ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.